പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ദിനവും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം, അത് ഈ ജപമാല മാസത്തിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഞാനും നിങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മേ, അമ്മയുടെ കരത്തിലേക്ക് എൻ്റെ കരം ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഈശോ പിച്ച വെച്ച് നടന്നപ്പോൾ പിടിച്ച നിന്റെ വിരൽ തുമ്പിലേക്കാണ് എൻ്റെ കരം ഞാൻ ചേർത്ത് വയ്ക്കുക. ഈശോയിലേക്ക് എൻ്റെ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം അമ്മ ഈശോയുടെ വിരൽ തുമ്പിൽ പിടിച്ച് ഈശോയെ പിച്ച വയ്ക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതം ഒന്ന് ചേർത്ത് പിടിക്കണം. നിന്റെ കരം ഒന്ന് കൊടുത്താൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പറ്റാതെ വരൾച്ച മുരടിച്ച് നീ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, എഴുന്നേൽക്കാൻ പറ്റാതെ നീ ഇരിപ്പുണ്ടെങ്കിൽ, നീ അമ്മയുടെ കരങ്ങളിലേക്ക് പിടിച്ചാൽ അമ്മ നിന്നെ എഴുന്നേൽപ്പിക്കും. അതെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞിലെ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അമ്മേ, ഈശോ പിച്ച വെച്ച് നടന്ന ആ കൈ പിടിച്ച ആ കൈവിരൽത്തുമ്പിൽ എൻ്റെ കൈ ഞാൻ ചേർത്ത് പിടിക്കുന്നു, നീ ഈശോയിലേക്ക് എൻ്റെ കൈ ഒന്ന് ചേർത്ത് പിടിക്കണേ എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, അമ്മയത് കേട്ടിരുന്നു. ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരു സന്യാസിനിയായി ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. വിവാഹ വാഗ്ദാന സമയത്ത്, കൂദാശ സമയത്ത് വധുവിൻ്റെയും വരൻ്റെയും കൈകൾ ചേർത്ത് പിടിക്കാറുണ്ട് വൈദികൻ. അവർ ഒരുമിക്കുന്നുവെന്ന് ചേർത്ത് പിടിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞിലെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ വിരൽത്തുമ്പിനെ ഈശോയുടെ വിരൽത്തുമ്പോടൊന്ന് ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഈശോയുടെ മണവാട്ടി പദത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരുക്കിക്കൊണ്ടുവന്ന അമ്മയുടെ മാതൃസ്നേഹം മറക്കാനാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നോ, എപ്പോഴൊക്കെ നീ ജീവനോടെ ഇരിക്കുന്നോ, അപ്പോഴൊക്കെ അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ചാൽ അമ്മ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള വ്യക്തികളാക്കി നിങ്ങളുടെ ജീവിതം മാറ്റും പ്രിയപ്പെട്ടവരെ. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. പരിശുദ്ധ അമ്മയുടെ ഈ 3 ചിത്രങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ അമ്മ, മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അമ്മ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചവളാണ്. ദൈവ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തവളാണ്. അതാണ് ഈ ടോക്കിലൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. അമ്മയോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അവരാണ് യഥാർത്ഥ അമ്മയുടെ മക്കൾ. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. വിശ്വാസത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ ദൈവമഹത്വം ദർശിക്കാൻ തൻ്റെ ജീവിതം മുഴുവനായി വിട്ടുകൊടുത്തെങ്കിൽ, ദൈവമഹത്വം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വിട്ടുകൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ജപമാല കയ്യിലെടുക്കുന്നവരൊക്കെ ജീവിതത്തിൽ ദൈവമഹത്വം കാണും. ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് 3 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിപ്രധാനമായ സംഭവങ്ങൾ. യുദ്ധം ചെയ്യുന്ന പരിശുദ്ധയമ്മ, യുദ്ധം ചെയ്യുന്ന പരിശുദ്ധയമ്മ, പടച്ചട്ടയണിയുന്ന പരിശുദ്ധയമ്മ. അങ്ങനെ അമ്മയെക്കുറിച്ച് അനേകം വിശേഷണങ്ങളുണ്ട്. 1920-ൽ പോളണ്ടും റഷ്യയും തമ്മിൽ വലിയ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ പേരാണ് വാർസോ യുദ്ധമെന്ന്. രക്ഷയ്ക്ക് വേണ്ടി പോളണ്ടുകാർ 15 തവണയിലധികം ഇവരെ തോൽപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവരല്ല. എന്നാൽ റഷ്യ 15 തവണയിലധികമായി പോളണ്ടിനെ തോൽപ്പിക്കാൻ മാത്രം സൈന്യബലമുള്ളവരാണ് റഷ്യ. ഈ ഒരു അവസരത്തിൽ 1920 ഓഗസ്റ്റ് മാസം 15-ാം തീയതി യുദ്ധം നടക്കുകയാണ്. ഒട്ടും പ്രിപ്പയർ അല്ലാത്ത പാവപ്പെട്ട പോളണ്ടിലെ ജനങ്ങൾക്ക്, കർഷകരായവർക്ക്, പരിശീലനം ഒന്നും കിട്ടാത്ത ഈ ദൈവജനം
രക്ഷയുടെ യുദ്ധത്തിൽ പതറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത്, ഈ പതറി നിൽക്കുന്ന സമയത്ത് പോളിഷിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതിമയുണ്ട്. ബ്ലാക്ക് മഡോണ എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം. അവിടെ ചെന്ന് ഈ ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ യുദ്ധം മുന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടതുവശത്ത് പോളണ്ടുകാരെങ്കിൽ വലതുവശത്ത് റഷ്യക്കാർ ഒരുമിച്ച് അണിചേർന്ന് 10,000-ലധികം സൈന്യ ബലമുള്ള റഷ്യ പോളണ്ടിനെ തോൽപ്പിക്കാൻ തയ്യാറാകുന്ന ഈ സമയത്ത് ഇവരുടെ മധ്യത്തിലേക്ക് പടച്ചട്ടയണിഞ്ഞ പരിശുദ്ധ അമ്മ ഇറങ്ങി നിന്നെന്നും ശത്രു സൈന്യത്തിന് പ്രഭാപൂരത്താൽ സൗന്ദര്യവതിയ സ്ത്രീയെ അല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റിയില്ലെന്നും യുദ്ധം അവർ തോറ്റ് പിന്മാറിയെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമ്മയോട് പ്രാർത്ഥിച്ച പോളണ്ടിലെ ജനം ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. എൻ്റെ ജീവിതത്തിലെ മറ്റൊരനുഭവം എന്ന് പറയുക, എൻ്റെ കൺമുമ്പിൽ മറക്കാനാവാത്തൊരനുഭവം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിയുടെ അവസാന വർഷ സമയം, പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയമാണ്. എനിക്ക് നന്നായി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് രോഗത്തിൻ്റെ അവസ്ഥയിൽ ആണ് എക്സാം എഴുതാൻ ഞാൻ പോവുക. പ്രാക്ടിക്കലൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു തീർത്ത് വൈവിക്ക് വേണ്ടി എന്നെ വിളിക്കുകയാണ്. അവസാന വർഷത്തെ പരീക്ഷയും വൈവിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ എവിടുന്ന് വേണേലും ചോദിക്കാം. ഇങ്ങനെ വന്ന എക്സ്റ്റേണലിൻ്റെ മുമ്പിൽ ഏറെ ഭാരപ്പെട്ട് എന്താണോ ചോദിക്കുക, 30-ലാണ് വൈവ, എന്ത് ചോദിക്കും, എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ലാതെ ആശങ്കപ്പെട്ട് എക്സാമിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുമ്പോൾ കയ്യിലിരുന്ന കൊന്തയെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഞാൻ അവിടെ ചെന്നിരുന്നു. എന്നെ നോക്കി മാഡം ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. മാഡം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊട്ടും സമയമില്ല, അതുകൊണ്ട് 3 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ച്, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 0 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാഡം എന്നോട് ചോദിച്ചു, പ്രോട്ടീൻ ടെസ്റ്റ് എന്താണെന്ന്. അതിങ്ങനെ ആദ്യം തൊട്ട് പഠിച്ചു വെച്ചിരുന്നത് കൊണ്ട് വെള്ളം പോലെ അതിനുള്ള ഉത്തരം പറഞ്ഞു. 2ഉം 3ഉം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതെവിടെയാണെന്ന് പോലും അറിയില്ലാതെ, ഉത്തരം ഒന്നും അറിയില്ലാതെ, ഗ്യാസ് അടിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിശബ്ദയായിരിക്കുമ്പോൾ ആ മാഡം എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തു. 3 വർഷം എന്ത് പഠിച്ചു, എന്തിനു പഠിച്ചു എന്നൊക്കെ ചോദിച്ച് തൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയാണ്. കാരണം മറ്റൊന്നും എനിക്ക് പറയാനില്ല, തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഉത്തരവൊന്നും പറയാൻ പറ്റിയില്ല, പഠിച്ച് എത്തിയിട്ടില്ല. എൻ്റെ വലിയൊരു കഴിവ് കുറവിൻ്റെ സമയമാണിത്. ഈ സമയത്ത് ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്നോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്ന മാഡം പെട്ടെന്ന് ആ മേശപ്പുറത്തേക്ക് തല കമിഴ്ത്തി വെച്ച് ഉറങ്ങുന്നത് പോലെ ഞാൻ കാണുകയാണ്. മാഡം ഇങ്ങനെ തല കമിഴ്ത്തി വെച്ചു. എന്തുകൊണ്ടാണ് മാഡം ഉറങ്ങുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അസ്വസ്ഥത വന്നോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഏറെ ഭാരപ്പെട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ HOD വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള മനോവേദന കൊണ്ട് ഒരു മാഡം അബോധാവസ്ഥയിലായതാണോ എന്ന് പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ HOD പറഞ്ഞു, വിളിക്കണ്ട, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ആ 5 മിനിറ്റാണ് സ്വർഗത്തിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടത്. 5 മിനിറ്റ് നന്മ നിറഞ്ഞ മറിയമേ ആവർത്തിച്ച് ഞാൻ ഉരുവിട്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് ഈ മാഡം ഒന്നും അറിയാത്തതുപോലെ തല ഉയർത്തി നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ വൈവ ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, സോറി, മാർക്ക് എൻട്രി ചെയ്യാൻ മറന്നുപോയി, എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്ന് ഞാൻ കിടന്നു പോയതാ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ മനസ്സിൽ വലിയൊരു ഭയം തോന്നി. ആകെ 10 മാർക്കുണ്ട്, ആ 10 മാർക്കോട് ഇപ്പോൾ എന്നിൽ നിന്ന് പോകും. ഇനി ചോദിക്കുന്ന ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഷൗട്ട് ചെയ്ത മാഡത്തിനൊരു നന്മയുണ്ടായിരുന്നു. ചോദ്യം ചോദിച്ച 2 ചോദ്യങ്ങൾ, എനിക്ക് അറിയില്ലാത്ത 2 ചോദ്യത്തിനും ഈ മാഡം എനിക്ക് അവിടെ വെച്ച് ഉത്തരം പറഞ്ഞു തന്നിരുന്നു. ഇതൊന്നും അറിയാതെ മാഡം ഉറങ്ങിപ്പോയെങ്കിൽ വീണ്ടും എഴുന്നേറ്റിട്ട് എന്നോട് ചോദിച്ചത് ആദ്യം ചോദിച്ച അതേ 3 ക്വസ്റ്റ്യനാണ്.
ഉത്തരം എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്തതുപോലെ ടീച്ചർ പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് വെള്ളം പോലെ ഞാൻ ഉത്തരം പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്നെ അഭിനന്ദിച്ചിട്ട് എക്സലൻറ്റ് എന്ന് പറഞ്ഞ് 30 ഔട്ട് ഓഫ് 30 മാർക്കിട്ട് തന്ന ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ ഇന്നും മറക്കാതെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചേ. ഈ അമ്മ ഇങ്ങനെ കൈ പിടിച്ചാൽ വിടില്ല, വിടാൻ അമ്മയ്ക്കറിയില്ല. അമ്മയുടെ അടുക്കലേക്ക് വന്നവരെ ആരെയും അമ്മ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് കണ്ണുകളടച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കൈകളെ ഒന്ന് ചേർത്ത് വെച്ച്, അമ്മേ, ഈശോ പിച്ച് വെച്ചപ്പോൾ പിടിച്ചതല്ല ഈ വിരൽത്തുമ്പ്. ഈ വിരൽത്തുമ്പിലേക്ക് ഇതാ എൻ്റെ കൈകളെ ഞാൻ ചേർത്ത് വെക്കുന്നു അമ്മേ. എൻ്റെ അമ്മേ, നിന്റെ വിരൽത്തുമ്പിലേക്ക് എൻ്റെ കൈകളെ ചേർത്ത് വെക്കുകയാണ്. എൻ്റെ കുടുംബത്തെ ഈശോയിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അമ്മേ കൂട്ടിക്കൊണ്ടു പോകണമേ എന്നുള്ളൊരുകി പ്രാർത്ഥിക്കും മാതാപിതാക്കളെ, ഉള്ളൊരുകി പ്രാർത്ഥിക്കും യുവജനങ്ങളെ. നിന്റെ വ്യക്തി ജീവിതത്തെ സ്വർഗത്തോട് കൂട്ടിക്കൊണ്ടു പോകാൻ, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ നിന്റെ കരം പിടിക്കണേ എന്ന് പ്രാർത്ഥിക്ക്. ആടി ഉലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നീ വീണ് കിടപ്പുണ്ടെങ്കിൽ, ആ തകർന്ന അവസ്ഥയിൽ കരങ്ങൾ നീട്ടിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി വിളിച്ചേ, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ എന്ന് വിളിക്കട്ടെ. ആ കാരുണ്യ ശക്തി വ്യാപരിക്കട്ടെ. ഓ ഈശോയേ, ഈശോ, എൻ്റെ ഈശോയേ, ഈശോ, ഈശോ. കർത്താവേ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്ന കണ്ണുകൾക്ക് കണ്ണുനീരൊപ്പുന്ന മധ്യസ്ഥം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സ്നേഹം അനുഭവിക്കാനാണ് സഭ നമ്മെ വിളിച്ചിരിക്കുക. വിശ്വാസമെന്ന പുണ്യം ആഴത്തിൽ അമ്മയോട് ചോദിച്ച് മേടിക്കുമ്പോൾ വിശ്വാസത്തിന് സമമായി ദൈവമഹത്വം കാണാൻ നിനക്ക് പറ്റും. അതെ പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗം നമ്മോട് പറയുക. കർത്താവിൻ്റെ മഹത്വത്തിന് സാക്ഷികളാകുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാണ് മറ്റൊരു വലിയ സത്യം. അമ്മയെ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് എലിസബത്ത് പറഞ്ഞു. എലിസബത്ത് 1 പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്ന് പറഞ്ഞു. പിന്നീട് അവൾ പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ, ഭാഗ്യമുള്ളതായി മാറണോ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കപ്പെടണോ, നീ പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ ശക്തിയുണ്ട്. പറഞ്ഞാലും തീരാത്ത ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഈ അമ്മ വഴി കിട്ടിയിട്ടുണ്ട്. എത്രയോ ജീവിതങ്ങൾ ജപമാല മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഈ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ചൊല്ലി പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇത് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ചു പ്രാർത്ഥിക്കണം. അതാണ് ജീവിതത്തിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുക. സാധിക്കുന്നിടത്തോളം ത്യാഗങ്ങൾ ചേർത്ത് വെക്കണം, സഹനങ്ങൾ ചേർത്ത് വെക്കണം. സഹിക്കുന്ന അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ പീഡ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ അമ്മയുടെ സഹനത്തിൻ്റെ യോഗ്യതയും ഈശോയുടെ സഹനത്തിൻ്റെ യോഗ്യതയും നിനക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, സാധിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലുമ്പോൾ മുട്ടുകുത്താനും കൈവിരിക്കാനും മറക്കരുത്.
എൻ്റെ സഹനങ്ങളെക്കാൾ വലിയ സഹനമാണ് എൻ്റെ പരിശുദ്ധ അമ്മയുടേതെങ്കിൽ, എൻ്റെ സഹനങ്ങളെക്കാൾ വലിയ സഹനമാണ് എൻ്റെ ക്രൂശിതനായ കർത്താവിൻ്റെ സഹനമെങ്കിൽ, ഈ രണ്ടുപേരുടെയും സഹനങ്ങൾ ജപമാലയിൽ ഞാൻ ആവർത്തിച്ചനുസ്മരിക്കുമ്പോൾ എൻ്റെ സഹനങ്ങളെ അവരുടെ അനന്ത സഹനത്തിൻ്റെ യോഗ്യത കൊണ്ട് നിർവീര്യമാക്കാൻ സ്വർഗത്തിന് പറ്റും. അതുകൊണ്ടാണ് ജപമാല ചൊല്ലുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ജപമാല ചൊല്ലുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിങ്ങുന്ന ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ആരൊക്കെ ജപമാല ചൊല്ലിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ എല്ലാ ദിവസവും 1000 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയാണ്. മിനിമം 5 മണിക്കൂർ എടുക്കും 1000 നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ. ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, സിസ്റ്ററെ, ജപമാല ചൊല്ലുന്നത് എനിക്കൊരു ലഹരിയായി മാറി. വീഞ്ഞു കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി പോലെ ഈ ജപമാല നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അത് എനിക്കൊരു മധുരമായി മാറിയിരിക്കുകയാണ്, ലഹരിയായി മാറിയിരിക്കുകയാണ്. സിസ്റ്റർ ഇങ്ങോട്ട് നോക്കിക്കേ, 2 പിക്ചർ എനിക്ക് അയച്ചു. അദ്ദേഹം വലിയ ബിസിനസ് ചെയ്യുന്നയാളാണ്. ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് 66% ലോസാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചിരിക്കുന്ന പിക്ചറിൽ ആ ലോസ് നികത്തി അതിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ 92% ആണ് അതിൻ്റെ പ്രോഫിറ്റായിട്ട് അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് എല്ലാ മേഖലയിലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുക. വലിയ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ, ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ അനുഗ്രഹങ്ങൾ ധാരാളമായി ദൈവം ചൊരിയും, കുറവില്ലാതെ ദൈവം ചൊരിയും. ഇന്ന് സഭയുടെ പ്രതിസന്ധിയിൽ ഞാനും നിങ്ങളും ജപമാല കയ്യിലെടുക്കണം. വ്യക്തി ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ജപമാല കയ്യിലെടുക്കണം. പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ സ്വർഗം ക്ഷണിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ജപമാലയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ചേർന്നിരുന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി വിശ്വാസമെന്ന പുണ്യത്തിൽ ആഴപ്പെട്ട് വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടാൻ സ്വർഗത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ 10 ദിനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അമ്മ കടന്നു വരട്ടെ. നിങ്ങളുടെ കണ്ണുനീരൊപ്പി അമ്മ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ സുഗമമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ മുന്നേറാൻ ഈ ജപമാല നിങ്ങളെ സഹായിക്കട്ടെ. ജപമാല അണിയുന്ന ജീവിതങ്ങൾക്ക് തിന്മയുടെ അധിനിവേശം ഒരിക്കലും ഉണ്ടാവില്ല. സാത്താനെ പരാജയപ്പെടുത്തിയ അമ്മ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ വലിയ മധ്യസ്ഥം ചേർത്ത് വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധമായ ആരാധനയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഈ ആരാധനയിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അമ്മ മുട്ടുകുത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയ സത്യമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കുരിശൻ ചുവട്ടിൽ നിന്ന് അമ്മയോട് ചേർന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കണം. അമ്മയുടെ വലിയ സങ്കടത്തോട് ചേർന്ന് നിന്റെ കൊച്ചു സഹനങ്ങൾ ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥനെ മതിമറന്ന് ആരാധിക്കുന്ന ഈ അത്ഭുത മണിക്കൂർ സ്വർഗത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ
പച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ 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 വരണമേ, ഈശോയേ 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 വരണമേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 38 അധ്യായം 9 വചനം. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങലുകൾ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. 39 സങ്കീർത്തനം 12 വചനം. എൻ്റെ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ നീ അടങ്ങിയിരിക്കരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹങ്ങൾ അറിയുന്നവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ, കണ്ണീരൊഴുക്കുമ്പോൾ അടങ്ങിയിരിക്കാതെ ഇറങ്ങി വരുന്ന തമ്പുരാനിതാ തിരുവോസ്തിയിൽ നമ്മുടെ മധ്യത്തിൽ. മനസ്സും ഹൃദയവും ഉയർത്തി അവൻ്റെ പക്കലേക്ക് ഉറ്റുനോക്കണം. ആ തിരുവോസ്തിയിലേക്ക് നീ ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ മാത്രമാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞതുപോലെ പറ ഓരോ ഹൃദയങ്ങളും. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ മാത്രമാണപ്പ. നീ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഓ കർത്താവേ, നീ മാത്രമാണ് സർവശക്തൻ. സങ്കീർത്തകനെ പോലെ കർത്താവിന്റെ പക്കലേക്ക് ഉറ്റുനോക്കി ഏറ്റു പറയാം. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
പ്രിയപ്പെട്ട മക്കളെ, നീ നിന്റെ ജീവിതാവസ്ഥയിൽ എവിടെയായിരുന്നാലും തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി അവനോട് പറയണം, എൻ്റെ കർത്താവേ, നീയല്ലാതെ മറ്റാരാണ് എനിക്ക് സ്വർഗത്തിലുള്ളത്? ഈ ഭൂമിയിൽ നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ പക്കലേക്ക് മനസ്സുയർത്തണം, ഹൃദയമുയർത്തണം. ഓ കർത്താവേ, നിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് നീ തരണം കർത്താവേ. നീ മാത്രമുള്ളൂ കർത്താവേ, എനിക്ക് മറ്റാരുമില്ല. പ്രിയപ്പെട്ട മക്കളെ, മതിമറന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചേ. എനിക്ക് നീ മാത്രമുള്ളൂ കർത്താവേ. ഞാൻ നിന്നെ ആരാധിക്കുന്നപ്പാ. സകല മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു, സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു. എന്റെ മനസ്സ് ചേർത്ത് വെച്ച് ആരാധിക്കുന്നപ്പാ. കുടുംബത്തോട് ചേർന്ന് ആരാധിക്കുന്നു, ദേശത്തോട് ചേർന്ന് ആരാധിക്കുന്നു, സഭയോട് ചേർന്ന് ആരാധിക്കുന്നു, രാഷ്ട്രത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകുന്നപ്പാ? നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഓ പരിശുദ്ധനെ നിന്നെ പുകഴ്ത്തുന്നു, സർവശക്തനെ നിന്നെ ആരാധിക്കുന്നു. ഓ മഹാമഹിമയെ നിന്നെ കുമ്പിട്ട് വണങ്ങുന്നപ്പാ, ആരാധിക്കുന്നപ്പാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹലഹ മലഹ മറ. ഈശോ, ഈശോ, ഈശോ. എല്ലാ ഹൃദയങ്ങളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, മനം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ, ദൈവമഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ സ്വർഗമേ, എന്റെ ജീവിതത്തിലേക്ക് കൃപയായി പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാവരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാപ്പന്മാരോട് ചേർന്ന്, ക്രോവന്മാരോട് ചേർന്ന്, സാത്വികന്മാരോട് ചേർന്ന്, ബലവാന്മാരോട് ചേർന്ന് സർവശക്തനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ. ഓ ഈശോ, 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 ഈശോ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ വൃന്ദത്തോട് ചേർന്ന് കർത്താവിനെ പാടി പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് മതിമറന്ന് ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ വലിയ കൃപകൾ ചൊരിയപ്പെടുന്ന സമയം, വലിയ സൗഖ്യങ്ങൾ ഒഴുകുന്ന സമയം, ദൈവ ദർശനങ്ങൾ വെളിപ്പെടുത്തൽ കിട്ടുന്ന സമയം. ശക്തമായി കരങ്ങളടിച്ച് മതിമറന്ന് ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും വാതുകളൊഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും വാതുകളൊഴിയും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും, ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും, ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പരിശുദ്ധമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, കുടുംബത്തിലുള്ള എല്ലാവരോടും ചേർന്ന് ഈശോയെ ആരാധിക്കട്ടെ. ആരാധിക്കുമ്പോഴാണ് കൃപകൾ ചൊരിയപ്പെടുക, ശക്തി പ്രവഹിക്കുന്നത് ആ സമയത്താണ്. ഓ മക്കളെ, ആരാധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകൾ എടുത്തു മാറ്റുന്നപ്പാ ആരാധിക്കുന്നു. വഴികൾ തുറക്കുന്നപ്പാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വിശ്വാസത്തോടെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന,
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വചനം. അവൻ നടന്നു പോകുമ്പോൾ ജന്മന അന്ധനായൊരുവൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് അവനെ കണ്ടു. കണ്ണുകൾ അന്ധമായ പോയ അന്ധനായ മനുഷ്യൻ യേശുവിനെ കണ്ടില്ല. പക്ഷെ യേശു അവനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നിരാശകളും ഒരുപക്ഷെ പാപവും നമ്മളെയൊക്കെ മൂടിയിരിക്കുമ്പോൾ ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈശോ ഇതാ നിന്നെ കാണുകയാണ്. നിന്റെ സങ്കടങ്ങൾ ഈശോ കാണുകയാണ്. നിന്റെ വേദനകൾ ഈശോ കാണുകയാണ്. നെഞ്ചുപൊട്ടി നീ നിലവിളിച്ചതും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 48-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ വന്നപ്പോൾ അവരെല്ലാവരും വളരെയേറെ സന്തോഷിച്ചു. അവർ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി കൊതിച്ച കുറേയധികം മനുഷ്യർ, ഈശോ കണ്ടിട്ടും ഈശോയെ കാണാത്തവർ കുറേയധികം. നമ്മളിൽ പലരും ഈ ഒരവസ്ഥയിലാണ്. എന്നാൽ ഈശോ നിന്നെ കണ്ടാലും നീ ഈശോയെ കണ്ടാലും മഹത്വം നിശ്ചയമാണ് മക്കളെ. അത്ഭുതം നിശ്ചയമാണ്. അനുഗ്രഹം നിശ്ചയമാണ്. ഇനി ഈശോയുടെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നായിമിലെ വിധവയെപ്പോലെ നിശബ്ദതയിൽ കണ്ണുനീർ പൊഴിക്കുകയാകാം. ഒരുപക്ഷെ ബർത്തിമേയുസിനെ പോലെ അലറി വിളിക്കുകയായിരിക്കും ഒരുപക്ഷെ നീ. അതുമല്ലെങ്കിൽ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് പലവിധ മാർഗങ്ങൾ ചമച്ചെടുക്കുന്ന സക്കേബൂസിനെ പോലെയാകാം നീ. അതുമല്ലെങ്കിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തപിക്കുന്ന 2-ാമത്തെ പുത്രനെ പോലെ, ധൂർത്തപുത്രനെ പോലെയാകാം നീ. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്നിതാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവിൻ്റെ തിരുഹൃദയം, ദിവ്യകാരുണ്യ ഹൃദയം ഇതാ നിന്നെ നോക്കി തുടിക്കുകയാണ്. എനിക്കവനോട് നിസ്സീമമായി കരുണ തോന്നുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ ഹൃദയം, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിക്കുന്നെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഹൃദയം, ആ ദിവ്യകാരുണ്യ ഹൃദയം നിന്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച്, ഓ ഈശോയെ, ഞാനിതാ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ മക്കളും പറയണം. ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിതം മുഴുവൻ കൊടുക്ക്. സങ്കടങ്ങളുടെ നെരിപ്പോടുകളുണ്ടെങ്കിലും അത് ഏൽപ്പിച്ചു കൊടുത്തു. സാമ്പത്തിക തകർച്ചയുണ്ടോ അത് ഏൽപ്പിച്ചു കൊടുത്തു. വലിയ വേദനകൾ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചു കൊടുത്തു. പീഡിപ്പിക്കപ്പെടുന്ന സഭയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഭാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എനിക്ക് നീ മാത്രം മതിയെന്ന് സഭയോട് ചേർന്ന് എല്ലാ മക്കളും ഏറ്റു പറയണം. ഈശോ മാത്രം മതി നമുക്ക് വേറെ ആരും വേണ്ട. ഈശോയോട് പറയണം, ഉറക്കെ പറയണം, ഈശോയെ, എൻ്റെ കുടുംബത്തിന് നിന്നെ മതി ഈശോയെ, എൻ്റെ മക്കൾക്ക് നിന്നെ മതി ഈശോയെ, ഈ ദേശത്തിന് നിന്നെ മതി ഈശോയെ, ഞങ്ങളുടെ സഭയ്ക്ക് നിന്നെ മതി ഈശോയെ, മറ്റാരെയും വേണ്ട, ഈശോയെ മാത്രം. 2 കരങ്ങൾ നീട്ടി വിളിച്ച് ഈശോ, ഈശോ എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ, ഈശോയെ എന്ന് വിളിക്കട്ടെ. കർത്താവിന് വേണ്ടി വേഴാമ്പലിനെ പോലെ ദാഹിച്ച് വിളിച്ച്, ദാഹിക്കുന്നവൻ വിളിക്കട്ടെ, ഉറക്കെ വിളിക്കട്ടെ, ഈശോ, 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 നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം എൻ്റെ ജീവിതത്തിൽ. കർത്താവിനോട് നമുക്ക് പറയാം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. 2 കരങ്ങളും ഒരിക്കൽ കൂടി നീട്ടി പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിച്ച്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി,
യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കണ്ണുകൾ ഉയർത്തി ഈശോയുടെ സന്ധിയിൽ സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഉറ്റുനോക്കണം. ഇതാ ഞാൻ ഹൃദയവാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. കർത്താവിൻ്റെ വചനമാണിത്. പ്രിയപ്പെട്ട മകനെ, മകളെ, സ്വർഗത്തിന് വേണ്ടത് നിന്നെയാണ്. നിന്റെ കഴിവല്ല, നിന്റെ സ്ഥാനമാനങ്ങളല്ല. നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടോ അത് മുഴുവൻ കൊതിക്കുന്ന ഒരു തമ്പുരാൻ, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു തമ്പുരാൻ ഇവിടെ നിൽപ്പുണ്ട്. വ്യർത്ഥമായി സമയം നഷ്ടപ്പെടുത്തി സ്നേഹിക്കാൻ മറന്നുപോയ നമ്മുടെ ജീവിതം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെച്ച്, പള്ളിയിൽ കുർബാന നടക്കുമ്പോഴും പോകാൻ മടിച്ച് കട്ടിലിൽ ഉറങ്ങിയ ദിവസങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച്, കർത്താവേ, എന്നോട് അടുത്ത് വരുന്ന നിന്നെ കാണാൻ എനിക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ഇന്ന് ഈശോ മുമ്പിലില്ലെന്ന് പോലും ഓർത്ത് കരഞ്ഞു വിളിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ കുറവുകൾ ഓരോന്നായി നിന്റെ പക്കലേക്ക് എടുത്തു വെക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കുറവുണ്ട് നമുക്ക്, പോരായ്മയുണ്ട് നമുക്ക്. സഭാനിയ 1:12 വചനം പറയും, ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കും. കർത്താവ് വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കുന്നത് പോലെ ഇന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ വിശുദ്ധിയുടെ തട്ടിൽ നിനക്ക് തൂക്കം കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കൽ നിന്നുകൊണ്ട് ഒന്നനുഭവിക്കണം. ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയുടെ തട്ടിൽ തൂക്കം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അനുതപിക്കാൻ സ്വർഗം വിളിക്കുകയാണ് എന്നെയും നിങ്ങളെയും. ഓ കർത്താവേ, പാവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോർത്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിക്കട്ടെ. മനസ്സിൽ പാവം വന്നു പോയതോർത്ത്, ചിന്തയിൽ വന്നു പോയതോർത്ത്, വാക്കുകളിൽ പാവം വന്നു പോയതോർത്ത്, പ്രവൃത്തികളിൽ പാവം വന്നു പോയതോർത്ത് അപ്പാ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഓ അപ്പാ, ഈ ദേശത്തോട് കരുണയായിരിക്കണേ അപ്പാ, സഭയോട് കരുണയായിരിക്കണേ അപ്പാ, കുടുംബത്തോട് കരുണയായിരിക്കണേ അപ്പാ, ദൈവജനത്തോട് കരുണയായിരിക്കണമേ, നിന്റെ സഭയോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മക്കളെ, ഈ വലിയ പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങളിൽ ലോകം മുഴുവൻ ദൈവ കരുണ ഇറങ്ങണം. അനുദപിക്കണം, ആഴമായി അനുദപിക്കണം. ഈശോയെ, തെറ്റിപ്പോയി ഈശോയെ, ഹൃദയം തുറന്ന് ഈശോയോട് പറ, എനിക്ക് വീഴ്ച വന്നു പോയി ഈശോയെ, ഞാൻ സ്വയം പാപം ചെയ്തു പോയി ഈശോയെ, തെറ്റിപ്പോയപ്പാ മാപ്പ് തരണേ. കുടുംബം ഒന്നാകെ അനുദപിക്കട്ടെ. ജീവിത പങ്കാളിക്ക് വേണ്ടി ഓരോരുത്തരും അനുദപിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോയ അശുദ്ധികൾ കരുണയായിരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിയമാവർത്തനം 23:14 വചനം പറയുകയാണ്, കർത്താവിന്റെ വചനം നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ ശത്രുക്കളെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടെ നിന്നിൽ നിന്നകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. അപ്പാ, എൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പാളയം, വ്യക്തി ജീവിതത്തിന്റെ പാളയം, കർത്താവ് വിശുദ്ധിയുടെ മേഖല കുറവ് വന്നിട്ടുണ്ട്. മക്കളെ, സഭയിൽ വീഴ്ച വന്നിട്ടുണ്ട്, വ്യക്തികളിൽ വീഴ്ച വന്നിട്ടുണ്ട്. എല്ലാം ഏറ്റുപറഞ്ഞ് 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ 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 കരുണയാകണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കും. മക്കളെ, ഈശോ 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 കരുണയായിരിക്കണേ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണേ ഈശോയെ, കരുണ കാണിക്കണേ, കരുണയായിരിക്കണേ അപ്പാ, കരുണയായിരിക്കണേ അപ്പാ, അലിവ് തോന്നണേ അപ്പാ, അപരാധങ്ങൾ മായ്ച്ചു കളയണേ അപ്പാ. പാപിയാണപ്പാ ഞാൻ, ഓ അപ്പാ ഞാൻ പാപിയാണ്, ഓ അപ്പാ കുറവുള്ളവളാണ് ഞാൻ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ, അനുദപിക്കട്ടെ, സ്വർഗത്തിന്റെ കൃപ പെയ്തിറങ്ങട്ടെ. മഗ്ദലനായ പൊതിഞ്ഞ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടാൻ ആഗ്രഹിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കരുണയായിരിക്കണേ, കരുണയുടെ തൂവൽ കൊണ്ട് പൊതിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ അപ്പാ, കരുണ തോന്നണേ
പാപിയാണു ഞാൻ, കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി ആഴപ്പെട്ട അനുതാപത്തോടെ കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ സെക്കൻഡ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾക്കാവശ്യമായി ഉള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമൊന്ന് ശ്രദ്ധിച്ചേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന അത്ഭുത മണിക്കൂറാണിത്. നീ എവിടെ ഇരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, എവിടെ ഇരുന്നാലും നിന്റെ അടുക്കലേക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറാൻ തക്ക വിധത്തിൽ കരങ്ങൾക്ക് ശക്തിയുള്ളവൻ, കരങ്ങൾക്ക് നീളമുള്ളവൻ, കരങ്ങളിൽ താങ്ങി നിർത്തുന്നവൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ തിന്മയുടെ കെട്ടുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിൻ്റെ അനന്തശക്തിയാൽ അവയെല്ലാം വിടുവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 107-ാം സങ്കീർത്തനത്തിൽ 4 തരം ആളുകളെ നമ്മൾ കണ്ടുമുട്ടു. ഒന്നാമത്തെ ആളുകൾ 4 മുതൽ വചനങ്ങളിൽ വാസയോഗ്യമായ സ്ഥലത്തേക്ക് വഴി കണ്ടെത്താൻ കഴിയാതെ ചിലർ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അതെ, അലച്ചിലുകൾ മാത്രം മിച്ചമുള്ള കുറേ ജീവിതങ്ങൾ. എത്രമാത്രം അധ്വാനിച്ചിട്ടും അലച്ചിലുകൾ മാത്രം, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ആത്മീയമായി ദൈവത്തിലേക്ക് ഉയരാൻ പറ്റാത്ത വിധത്തിൽ അലച്ചിലുകൾ മാത്രം ബാക്കി വന്ന ജീവിതം. ഒന്നും മിച്ചം പിടിക്കാൻ പറ്റാതെ ഓട്ടക്കൈയായി ജീവിക്കുന്ന, കഷ്ടപ്പാടുകൾ മാത്രം വിദേശത്തെ നാളുകളായിട്ടും ഒരു സ്വന്തമായി ഭവനം പോലുമില്ലാത്ത അനേകം ജീവിതങ്ങൾ. ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും ജോലി കിട്ടാത്ത അനേകം ജീവിതങ്ങൾ. ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടും വിവാഹമൊന്നും നടക്കാത്ത അനേകം ജീവിതങ്ങൾ. ഇതാ പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. വാരി വിതറുന്ന ദിവസമാണിത്. പരിശുദ്ധ അമ്മ ഉള്ളപ്പോൾ കാനായിലെ കുടുംബത്തിൽ സമൃദ്ധിയുണ്ടായതുപോലെ ഈ അമ്മയുടെ കരം പിടിച്ച് നീ ആരാധിക്കുമ്പോൾ ഇതാ വലിയ അനുഗ്രഹീത നിമിഷങ്ങൾ നിന്നെ തേടിയെത്തുകയാണ്. മക്കളെ, ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളിൽ അലച്ചിലുകൾ മാത്രം മിച്ചമുള്ള മക്കൾ 2 കരങ്ങളും ഉയർത്തി വിളിച്ച യേശുവേ, എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ. ഈശോ, യേശുനാമത്തിന്റെ ശക്തി തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവിടുന്ന് അവരെ വിട്ടുപോയില്ല. പ്രിയപ്പെട്ട മക്കളെ, ശക്തമായി വിളിക്കട്ടെ, യേശുവേ, യേശുവേ, യേശുവേ. ഈശോ, 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 ഈശോ. കർത്താവേ, തകർച്ചകളോ ഭാരങ്ങളോ ക്രിസ്തുക്കളാൽ അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് കർത്താവേ. സാമ്പത്തിക മേഖലകളിൽ കർത്താവേ തകർച്ചകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും യേശുനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാര ശക്തികളെ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൈദികന്റെ പട്ടാഭിഷേകത്തോട് ചേർന്ന് കർത്താവേ പൈശാചിക ശക്തികളെ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. മലാക്കി 4:3, ഹബക്കൂക്ക് 3:13, 2 തെസ്സലോനി 2:8 അത്ഭുത ശക്തിയാൽ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നു. സന്തുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. ഓ കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ, തിന്മയെ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന് ശക്തി വെളിപ്പെടട്ടെ, തിരുവചന ശക്തി വെളിപ്പെടട്ടെ, അസ്വസ്ഥകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും കർത്താവേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. പാപച്ചങ്ങല അഴിയട്ടെ, യേശു രക്തത്തിൽ. പാപച്ചങ്ങല അഴിയട്ടെ, യേശു രക്തത്താൽ. പാപച്ചങ്ങല അഴിയട്ടെ, യേശു രക്തത്താൽ. പാപച്ചങ്ങല അഴിയട്ടെ, യേശു രക്തത്താൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു രക്തത്താൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശു രക്തത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ 107 സങ്കീർത്തനത്തിൽ മറ്റു 3 കൂട്ടരെ നാം ഇപ്രകാരം കാണും. രണ്ടാമത്തെ കൂട്ടരാണ് അന്ധകാരത്തിലും മരണനിഴലിലും വ്യാപരിക്കുന്നവർ, കഠിന ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ, എന്ത് ചെയ്താലും മേൽഗതിയില്ലാത്ത മക്കൾ, ബിസിനസ്സുകൾ മാറി ട്രൈ ചെയ്തിട്ടും മേൽഗതിയില്ലാത്ത ചില ജീവിതങ്ങൾ, വലിയ കെട്ടപ്പെട്ട അവസ്ഥയാണ്. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുന്നില്ലെന്ന് തോന്നുന്ന വിധത്തിൽ മരിച്ചാ മതി എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങൾ. കുരിശിന്റെ ചുവട്ടിൽ പതറാതെ നിന്ന പരിശുദ്ധയമ്മ ഈ സമയം ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാത്താന്റെ തലയെ തകർത്ത പരിശുദ്ധയമ്മ നിരാശയുടെ കെട്ടുകളെ പൊട്ടിക്കാൻ അമ്മ മധ്യസ്ഥം വിളിക്കുന്ന സമയമാണ് മക്കളെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിരാശകളും മാറട്ടെ. ഈ സമയം മെന്റൽ ഡിപ്രഷനിലായിരിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്, യുവജനങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. മാനസിക രോഗാശുപത്രികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുകയാണ് കർത്താവ്. യുവജനങ്ങൾ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ അനേകം യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കെട്ടുകൾ പൊട്ടട്ടെ അപ്പാ, അവരെല്ലാം സ്വതന്ത്രരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കെ വിളിക്കുന്ന യേശുവേ, യേശുവേ, ഈശോ, ഈശോ, ഈശോ. ഓ കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലങ്ങളിലായിരിക്കുന്ന മക്കൾ, ജയിലുകളിലായിരിക്കുന്ന മക്കൾ, നിരീശ്വരവാദികളായ മക്കൾ, ഓ കർത്താവെ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ. ഈ ആരാധന മണിക്കൂറിൽ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓശബലാത് ബലാത് ബലാത് മഹാദമ. രക്തംബാദി മേഘാശിനാ ദരല. അപ്പാ സ്തുതിക്കുന്നു, അപ്പാ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. എന്റെ ഈശോ എന്നെ തൊടണേ, എന്റെ ഈശോ എന്നെ തൊടണേ. കർത്താവ് സങ്കീർത്തനത്തിൽ 107 അധ്യായത്തിൽ 3 കൂട്ടരെ നമുക്ക് കാണിച്ചു തരുന്ന ഇപ്രകാരമാണ്. 17 മുതലുള്ള വചനങ്ങളിൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. എല്ലാവിധത്തിലുള്ള ഭക്ഷണ പാനീയങ്ങളും അവർ വെറുത്തു. തങ്ങളുടെ കഷ്ടതയിൽ, രോഗാവസ്ഥയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന്
വിടുവിച്ചു. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളായ മക്കളും ഇപ്പോൾ ഇതാ വചനത്തിന്റെ ശക്തി നിന്റെ തളർന്ന അവസ്ഥയിൽ പോലും കടന്നു വരാൻ ശക്തമാണെന്ന് വിശ്വസിക്കണം മക്കളെ. കർത്താവെ ഞാൻ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ പറയണം. നീ കട്ടിലാണ് എങ്കിൽ, ഐസിയുവിലാണ് എങ്കിൽ, ക്യാൻസർ രോഗിയാണെങ്കിൽ, ട്യൂമർ രോഗിയാണെങ്കിൽ, ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരാണെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അവന്റെ വചനത്തിന്റെ ശക്തി നിന്നെ തേടി വരുന്ന സമയമാണ്. എല്ലാ ഹൃദയങ്ങളും പറഞ്ഞോണം, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നപ്പാ, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ. ഓ കർത്താവേ, ഈ സമയം നിന്റെ തിരുമുറിവിനാൽ ആമൃതമായ തിരുശരീരത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരി മൂലം വേദനിക്കുന്ന മക്കളെ കൂടി ചേർത്ത് വെക്കുന്നപ്പാ, ലോകം ദുരിതത്തിലാണപ്പാ, രോഗപീഡയിലാണപ്പാ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ ഈ ആരാധനയിൽ, ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഓ കർത്താവെ, കത്തുന്ന മുൾപ്പടർപ്പിൽ ദർശനമേകിയപ്പാ, കണ്ണുനീരൊപ്പുന്നയപ്പാ, രോഗമെടുത്തു മാറ്റുന്നയപ്പാ, അന്തനെ സുഖപ്പെടുത്തുന്ന കർത്താവേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 15:26, ജ്ഞാനം 16:12 വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് മതിമറന്ന് പാടാം മക്കളെ. കണ്ണുകൾ അടച്ചു പാടണം. എന്നെ തൊടണേ എന്റെ ഈശോ, 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 എന്നെ തൊടണേ. ആരാധന 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 ആരാധന. സങ്കീർത്തനത്തിൽ 107-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാമത്തെ കൊട്ടനെ നാം കാണുക. കടലിൽ വ്യാപാരം ചെയ്യാൻ പോയി. ആഴിയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടു. എന്നാൽ കടലിൽ തിരമാലകൾ ശക്തിയായി കടന്നു വന്നപ്പോൾ ഭയചകിതരായി, ആടിയുലഞ്ഞ് ഉന്മത്തരായി വാവിട്ട് കരയുന്ന ഒരു കൂട്ടർ. കർത്താവിനോട് ആലോചന ചോദിക്കാതെ പലതും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. വലിയ കടക്കണിയിലായിരിക്കുന്ന അനേകം ജീവിതങ്ങൾ ഇന്നുണ്ട്. ജീവിതം താഴേക്ക് പോയി ഇനി പൊങ്ങി വരില്ലെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഉന്മത്ത ഭരിതരായി ആടിയുലയുന്ന അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട്. സഹനത്തിന്റെ തീച്ചൂടയിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹമെന്ന കൂതാശയിലേക്ക് പ്രതീക്ഷയോടെ കടന്നു വന്നിട്ട് ദാമ്പത്യം തകർന്നു പോയ അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഡിവോഴ്സിന്റെ വക്കിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആടിയുലയപ്പെട്ട നിന്റെ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ വ്യക്തി ജീവിതം, നിന്റെ സാമ്പത്തിക മേഖലകൾ, ഈ വിശ്വാസത്തിന്റെ കുറവുകൾ, ആത്മീയ മേഖലയുടെ തകർച്ചകൾ, അതെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കണം മക്കളെ. വചനം എഴുതിയിരിക്കുകയാണ്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ യേശു ക്രിസ്തു, സർവശക്തനായ കർത്താവ് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജോബ് 42:2, കർത്താവേ അങ്ങേക്കെല്ലാം സാധിക്കുമെന്നു, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നു ഞാൻ വ്യക്തമായി അറിയുന്നപ്പാ. ജെറമ്യ 29:11,
എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. മക്കളെ വിളിക്കട്ടെ, വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, 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 ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ